Hi students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് ഇയർ +2 നിങ്ങൾ ഇപ്പോൾ ബോർഡ് എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന ഒരു ചാപ്റ്ററാണ്. അത്ര വലിയ ഡിഫിക്കൽട്ടിയോ അല്ലെങ്കിൽ അത്ര ഈസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഞാനത് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. ഓക്കെ, ഇതിൽ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫോംഡ് when a mixture of methyl bromide and bromobenzene is heated with sodium metal in presence of dry ether. ഇപ്പോൾ സോഡിയം മെറ്റലും ഡ്രൈ ഈതറും ഓക്കെ, ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്ന റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ, ഫിറ്റിക് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഈ മൂന്ന് റിയാക്ഷൻസിലാണ് സോഡിയം മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിയാക്ഷൻ വുഡ്സ് ഫിറ്റിക് റിയാക്ഷനാണ്. ഇപ്പം നമുക്ക് വുഡ്സ് റിയാക്ഷനും ഫിറ്റിക് റിയാക്ഷനും വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ മൂന്ന് റിയാക്ഷനാണ്. ആ മൂന്ന് റിയാക്ഷൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കേസ് എന്ന് പറയുന്നത് മീഥൈൽ ബ്രോമൈഡും ബ്രോമോ ബെൻസീനുമാണ്. ആദ്യം നമുക്ക് മീഥൈൽ ബ്രോമൈഡ് ഓക്കെ ആൻഡ് ബ്രോമോ ബെൻസീൻ റിയാക്ട് വിത്ത് സോഡിയം മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. നമുക്ക് മൂന്ന് പ്രോഡക്റ്റ് കിട്ടും. ആ മൂന്ന് പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്ന് 1, 2, 3 ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിക്കുക, ബ്രോമോ മീഥൈൻ അല്ലെങ്കിൽ മീഥൈൽ ബ്രോമൈഡ് അതാണ് വുഡ്സ് റിയാക്ഷൻ വിധേയമാകുന്നതെങ്കിൽ ഓക്കെ ദാറ്റ് 2 molecules ഓഫ് ബ്രോമോ മീഥൈൻ റിയാക്ട് വിത്ത് 2 atoms ഓഫ് സോഡിയം. ഇങ്ങനെ 2 സോഡിയം ബ്രോമൈഡ് മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുകയും ഈ 2 CH3 കൂടെ ജോയിൻ ചെയ്ത് ഈഥൈൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ എന്നാണ് ആ റിയാക്ഷന്റെ പേര്. ഇനി റിയാക്ഷൻ സൈറ്റിൽ ബ്രോമോ ബെൻസീൻ ഉണ്ട്. ഈ ബ്രോമോ ബെൻസീൻ 2 മോളിക്യൂൾസും ഒരു 2 സോഡിയം മെറ്റലും കൂടെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ 2 molecules ഓഫ് സോഡിയം ബ്രോമൈഡ് എലിമിനേഷൻ നടന്നാൽ 2 ബെൻസീൻ റിംഗ് ഫ്യൂസ് ചെയ്തിട്ട് ബൈഫിനൈൽ ഓർ ഡൈഫിനൈൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേര് ഫിറ്റിക് റിയാക്ഷൻ ആണ്. ഫിറ്റിക് റിയാക്ഷൻ ആണ്. ഇനി റിയാക്ഷൻ സൈറ്റിൽ ഈ 2 റിയാക്ടന്റ് ഉള്ളതുകൊണ്ട് ഇവിടെ മൂന്നാമതൊരു പോസിബിലിറ്റി കൂടിയുണ്ട്. അതെന്തായിരിക്കും മൂന്നാമത്തെ പോസിബിലിറ്റി? ഈ 2 റിയാക്ടിങ് സ്പീഷീസ് പരസ്പരം റിയാക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ ഒരു സോഡിയം ബ്രോമൈഡ് 2 സോഡിയം ബ്രോമൈഡ് മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്താൽ CH3 ഗ്രൂപ്പ് ബെൻസീനിലേക്ക് ജോയിൻ ചെയ്ത് ടൊളുവിൻ എന്ന് പറയുന്ന ടൊളീൻ അല്ലെങ്കിൽ മീഥൈൽ ബെൻസീൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഫോം ചെയ്യും. അപ്പൊ ഇവിടെ 2 ഡിഫറെന്റ് ഹാലജൻ കോമ്പൗണ്ട് റിയാക്ട് ചെയ്തതുകൊണ്ട് അതിനെ വിളിക്കുന്നത് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയും. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഓക്കെ, ഇവിടെ ഈ പ്രസന്റ് കേസിൽ മീഥൈൽ ബ്രോമൈഡും ബ്രോമോ ബെൻസീനും കൂടെ മിക്സർ ഓഫ് ഈ 2 കോമ്പൗണ്ട്സ് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ വെച്ച് ട്രീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും 3 പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യും. ഏതൊക്കെയാണ് 3 പ്രോഡക്റ്റ്? ഈഥൈൽ ഫോം ചെയ്യും, ഡൈഫിനൈൽ ഓർ ബൈഫിനൈൽ ഫോം ചെയ്യും, ടൊളുവിൻ ഓർ മീഥൈൽ ബെൻസീൻ ഫോം ചെയ്യും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഫോം ചെയ്യാത്തതെന്നാണ്. അപ്പൊ ചെയ്യാത്തത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എയിൽ പറയുന്നത് ഡൈഫിനൈൽ, അത് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രൊപ്പൈൻ. നമുക്ക് ഈ റിയാക്ഷനിൽ എവിടെയും പ്രൊപ്പൈൻ കിട്ടിയിട്ടില്ല. സോ ഈ ഓപ്ഷൻ ആയിരിക്കണം നമ്മുടെ ആൻസർ. കാരണം പ്രൊപ്പൈൻ ഫോം ചെയ്യില്ല, ഡൈഫിനൈൽ ഫോം ചെയ്തു, ആൻഡ് ടൊളുവിൻ ഫോം ചെയ്തിട്ടുണ്ട്, ആൻഡ് ഈഥൈനും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫോം ചെയ്യാത്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊപ്പൈൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ തന്നെ നമുക്ക് 3 റിയാക്ഷൻ ഡിസ്കസ് ചെയ്യാൻ പറ്റി. വുഡ്സ് റിയാക്ഷൻ ആൽക്കൈൽ ഹാലൈഡും 2 ആൽക്കൈൽ ഹാലൈഡ് മോളിക്യൂൾ സെയിം ആൽക്കൈൽ ഹാലൈഡ് മോളിക്യൂൾ കമ്പൈൻ ചെയ്ത് ആൽക്കൈൻ ഫോം ചെയ്യുന്ന ഈ റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ എന്നും 2 അറൈൽ ഹാലൈഡ് ചേർന്ന് ഒരു അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഉണ്ടായ റിയാക്ഷൻ ഫിറ്റിക് റിയാക്ഷൻ എന്നും ആൽക്കൈൽ ഹാലൈഡും അറൈൽ ഹാലൈഡും കൂടെ ചേർന്ന് ഈ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഫോം ചെയ്ത ഈ റിയാക്ഷനെ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയും. സോ ദിസ് ഇസ് ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Second question,
The best method for the conversion of an alcohol into alkyl chloride is by treating with alcohol with. ആൽക്കഹോളിനെ ആൽക്കൈൽ ക്ലോറൈഡ് ആക്കി മാറ്റുകയാണ് ഈ റിയാക്ഷൻ ചെയ്യേണ്ടത്. അതിന് PCl3, PCl5, SOCl2 in pyridine, dry HCl and anhydrous ZnCl2. ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന 4 റിയേജന്റ് ഉപയോഗിച്ചും ആൽക്കഹോളിനെ ആൽക്കൈൽ ക്ലോറൈഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദ്യം, ഇതിൽ ഏത് റിയേജന്റ് ആണ് ബെസ്റ്റ് മെത്തേഡ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യമേ ഈ 4 റിയാക്ഷൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ആൽക്കഹോൾ ROH പ്ലസ് PCl3. ആൽക്കഹോളും PCl3 റിയാക്ട് ചെയ്യണമെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടും, ബൈ പ്രോഡക്റ്റ് ആയിട്ട് H3PO3 കിട്ടും. രണ്ടാമത് ആൽക്കഹോൾ പ്ലസ് PCl5, അവിടെ നമുക്ക് ആൽക്കൈൽ ക്ലോറൈഡും POCl3 HCl കിട്ടും. ROH plus SOCl2, RCl plus SO2 plus HCl, and ROH in presence of HCl and anhydrous chloride gives RCl. ഈ 4 മെത്തേഡ് വഴി നമുക്ക് ആൽക്കഹോളുകളെ ആൽക്കൈൽ ക്ലോറൈഡ് ആക്കി മാറ്റാമെങ്കിലും ഇതിലെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ഈസ് ട്രീറ്റഡ് വിത്ത് SOCl2, ആൽക്കൈൽ ക്ലോറൈഡ് പ്ലസ് SO2 പ്ലസ് HCl. കാരണം ഇവിടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൾഫർ ഡൈ ഓക്സൈഡ് ആൻഡ് HCl ഈസിലി എസ്കേപ്പബിൾ ആയിട്ടുള്ള ഗ്യാസസ് ആണ്. സോ അതുകൊണ്ട് പ്യുവർ ആൽക്കൈൽ ക്ലോറൈഡ് നമുക്ക് ഈസി ആയിട്ട് സിന്തസിസ് ചെയ്യാൻ പറ്റും. സോ ഈ 4 മെത്തേഡ് ഉപയോഗിച്ചും അല്ലെങ്കിൽ 4 റിയേജന്റ് ഉപയോഗിച്ചും ആൽക്കഹോളിനെ ആൽക്കൈൽ ക്ലോറൈഡ് ആക്കി മാറ്റാമെങ്കിൽ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ഇസ് ട്രീറ്റഡ് വിത്ത് SOCl2, ബിക്കോസ് അവിടുത്തെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഗ്യാസസ് ആണ്. ഓക്കെ, next third question like move. Third question, arrange the following compounds in the increasing order of their boiling points. അവർ 3 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ആ നമ്പർ ഇട്ടേക്കുന്ന ഫസ്റ്റ് കോമ്പൗണ്ട്, സെക്കൻഡ് കോമ്പൗണ്ട്, തേർഡ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടുകളെ ഒരു ബോയിലിംഗ് പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിന്റെ തിയറി എന്ന് പറയുന്നത് ഇത് ആൽക്കൈൽ ഹാലൈഡ് ആണ്, ഇത് ഹൈഡ്രോകാർബൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആൽക്കൈൽ ഹാലൈഡ് വരുമ്പോഴേക്കും അവരുടെ മോളാർ മാസ്, ഹാലജന്റെ പ്രസൻസ് കൊണ്ട് അവരുടെ മോളാർ മാസ് ഹൈഡ്രോകാർബണിനെക്കാളും പാരന്റ് ഹൈഡ്രോകാർബണിനെക്കാളും കൂടുതലായിരിക്കും. അപ്പം മോളാർ മാസ് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടും. ഒരു തിയറി അതാണ്. 2, ഹാലജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് കാർബൺ ഹാലജൻ ബോണ്ടുകൾ പോളാർ ആയിരിക്കും. അങ്ങനെ പോളാർ നേച്ചർ ഉള്ളത് കൊണ്ട് കോമ്പൗണ്ടുകൾ തമ്മിലുള്ള ഡൈപോൾ അട്രാക്ഷൻ അല്ലെങ്കിൽ വാൻഡർവാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബണുകളേക്കാൾ കൂടുതലായിരിക്കും. ഞാൻ 3 കാര്യങ്ങളാണ് ഇവിടെ കണക്ട് ചെയ്ത് തന്നത് 2 തിയറിയിലായിട്ട്. ഒന്ന്, മോളാർ മാസ് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടും. 2, മോളിക്യൂളിന്റെ പോളാർ നേച്ചർ കൂടുന്തോറും അല്ലെങ്കിൽ പൊളാരിറ്റി ആകുന്തോറും മോളിക്യൂളുകൾ തമ്മിലുള്ള ഡൈപോൾ ഇന്ററാക്ഷൻ ആൻഡ് വാൻഡർവാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്രേറ്റർ ആവും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്രേറ്റർ ആകുമ്പോൾ മോളിക്യൂളുടെ ബോയിലിംഗ് പോയിന്റ് കൂടി വരും. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന 3 കേസിൽ ഏറ്റവും കൂടിയ ബോയിലിംഗ് പോയിന്റ് നമുക്ക് ഇവർക്ക് 2 പേർക്കും പറയാൻ പറ്റും. ഫസ്റ്റ് കോമ്പൗണ്ട്, സെക്കൻഡ് കോമ്പൗണ്ട്. ഇത് നമുക്ക് 3ാം സ്ഥാനത്തേക്ക് മാറ്റിവെക്കാം. ഇത് 2 ഹാലജൻ കോമ്പൗണ്ട്. ഇത് 2ലും എങ്ങനെയാണ് അല്ലെങ്കിൽ ആർക്കാണ് കൂടിയ ബോയിലിംഗ് പോയിന്റ്, അതിന് വേണ്ടിയിട്ട് ഞാൻ അത് വ്യക്തമായിട്ടൊന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഈ 2 കോമ്പൗണ്ടിൽ ആർക്കാണ് കൂടിയ ബോയിലിംഗ് പോയിന്റ് അത് ഡിസൈഡ് ചെയ്യുന്ന അടുത്ത തിയറി നിങ്ങൾ. കാരണം ഇവിടെയും 4 കാർബൺ ഉണ്ട്, ഇവിടെയും 4 കാർബൺ ഉണ്ട്, ഒരു ബ്രോമിൻ. അപ്പൊ 2 പേരുടെയും മോളിക്കുലാർ മാസ് സെയിം ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഐസോമറുകളാണ്. ഐസോമറിക് ഹാലജൻ കോമ്പൗണ്ട്സിന്റെ ബോയിലിംഗ് പോയിന്റ് തീരുമാനിക്കുന്നത് അവരുടെ സർഫസ് ഏരിയ നോക്കിയിട്ടാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇത് സ്ട്രൈറ്റ് ചെയിൻ ആകുമ്പോൾ സർഫസ് ഏരിയ കൂടും. ബ്രാഞ്ചിങ് കൂടുന്തോറും, അങ്ങനെ പഠിച്ചിട്ടുണ്ട്, ബ്രാഞ്ചിങ് കൂടുന്തോറും സർഫസ് ഏരിയ കുറയും, അപ്പൊ അട്രാക്ഷൻ കുറയും, ബോയിലിംഗ് പോയിന്റും കുറയും. സോ അങ്ങനെയാണെങ്കിൽ ഇവർ 2 പേരിലും ബോയിലിംഗ് പോയിന്റ് കൂടിയത് സെക്കൻഡ് കോമ്പൗണ്ട് ആയിരിക്കും. അതിനുശേഷം ഫസ്റ്റ് കോമ്പൗണ്ട്, ദെൻ ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കുറവ് ഹൈഡ്രോകാർബൺ ആയിരിക്കും. സോ നമുക്കിതിൽ സെക്കൻഡ് കോമ്പൗണ്ട് ഹൈയസ്റ്റ് വരുന്ന ഒരേ ഒരു ഓപ്ഷനാണ് സെക്കൻഡ്, ഫസ്റ്റ് ആൻഡ് തേർഡ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് തിയറി എന്ന് പറയുന്നത് മോളിക്യൂളുകളിൽ നിന്നുള്ള അട്രാക്ഷനാണ്, അതിന് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ the compound A and B respectively are. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷനിൽ 2 പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്ന് പറയാം. Aniline is treated with
NaNO2, sodium nitrite and HCl at 278 Kelvin ആണ്. അപ്പോൾ A കിട്ടി and it is further heated with fluoroboric acid. അപ്പോൾ B കിട്ടി. അങ്ങനെയാണെങ്കിൽ എയും ബി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ആൻസറിലെ ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ റിയാക്ഷൻ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Aniline is treated with NaNO2 and HCl at 273 to 278 Kelvin. It forms diazonium chloride, benzene diazonium chloride. NH2 is replaced by N2Cl. ഈ കോമ്പൗണ്ട് വിളിക്കുന്ന പേരാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ആൻഡ് ഈ റിയാക്ഷൻ നമ്മൾ ഡയാസോട്ടൈസേഷൻ എന്നാണ് വിളിച്ചത്. ഡയാസോട്ടൈസേഷൻ. അപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ഫർദർ ട്രീറ്റഡ് വിത്ത് ഫ്ലൂറോബോറിക് ആസിഡ് HbF4 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രിസിപ്പിറ്റേറ്റ് കിട്ടും. സോ ദാറ്റ് ഈസ് കോൾഡ് ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് എന്ന് പറയുന്ന പ്രിസിപ്പിറ്റേറ്റ് കിട്ടും. അതിനെ ഫർദർ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റിംഗ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫ്ലൂറോബെൻസീൻ കിട്ടും. ഫ്ലൂറോബെൻസീൻ പ്ലസ് N2 പ്ലസ് BF3 കിട്ടും. സോ ഇവിടെ എ എന്ന് പറയുന്നത് കോമ്പൗണ്ട് എ എന്ന് പറയുന്നത് നമുക്ക് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡും കോമ്പൗണ്ട് ബി എന്ന് പറയുന്നത് ഫ്ലൂറോബോറിക് ആസിഡും. അങ്ങനെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആൻഡ് ഫ്ലൂറോബെൻസീൻ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Following is a substitution reaction in which Cl minus replaces Cl. ഒരു റിയാക്ഷൻ അവർ തന്നിരിക്കുകയാണ്. RCl plus KCl alcoholic heating gives RCl plus KCl. ചോദ്യം ഇതാണ്, to obtain propane nitrile. ഈ റിയാക്ഷൻ പ്രകാരം പ്രൊപ്പൈൻ നൈട്രൈൽ കിട്ടണമെങ്കിൽ RCl should be, RCl എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസ് വെരിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഈ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. RCl plus KCl gives, ഈ Cl റീപ്ലേസ് ചെയ്ത് അവിടെ Cn വരും. അപ്പോൾ Cl മാറി Cn വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു കാർബൺ കൂടി എക്സ്ട്രാ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ പ്രോഡക്റ്റ് റിയാക്ടൻസിൽ എത്ര കാർബൺ ഉണ്ടോ അതിൽ ഒന്നും കൂടി കൂടിയ കാർബൺ ആയിരിക്കും കിട്ടുന്നത്. സോ ജസ്റ്റിഫൈ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എഴുതുന്നുണ്ട്. CH3Cl plus KCl gives CH3Cl, Cl മാറി Cn വരുന്നു. CH3Cl പ്ലസ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് KCl കിട്ടും. അപ്പോൾ CH3Clന്റെ പേര് രണ്ട് കാർബൺ ഉള്ളതുകൊണ്ട് ഈഥെയ്ൻ നൈട്രൈൽ എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊപ്പൈൻ നൈട്രൈൽ കിട്ടണമെങ്കിലോ, ചോദ്യം അതാണല്ലോ, പ്രൊപ്പൈൻ നൈട്രൈൽ കിട്ടണമെങ്കിൽ ഈ Clന്റെ സ്ഥാനത്ത് നമ്മളൊരു Cl കൊടുത്താൽ മതി. അപ്പോൾ CH3 CH2 Cl plus KCl ആൽക്കഹോളിക് ഹീറ്റിംഗ് ഗിവ്സ് പ്രൊപ്പൈൻ നൈട്രൈൽ. സോ അങ്ങനെയാണെങ്കിൽ പ്രൊപ്പൈൻ നൈട്രൈൽ പ്രിപ്പയർ ചെയ്യേണ്ട റിയാക്ഷനിലെ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് ക്ലോറോ ഈഥെയ്ൻ ആയിരിക്കണം. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു. ഇഫ് സോ, ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.